എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യം. മത്തായി 18:6. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ തിന്മകൾക്ക് നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നന്മയേക്കാൾ വളരെ എളുപ്പത്തിൽ തിന്മയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് മാതൃക നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കർത്താവ് കൂടെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ വായിച്ച ഒരു സംഭവമുണ്ട്. ഒരു 10 വയസ്സുകാരൻ ചെയ്ത ഒരധർമ്മം. 4 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനാണ് അവൻ്റെ ഒരു വൈകൃതം മൂലം ജീവൻ നഷ്ടപ്പെട്ടത്. അവൻ്റെ അച്ഛനും അമ്മയും കാണാറുള്ള മോശപ്പെട്ട ചിത്രങ്ങളിൽ നിന്നാണ് ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന് ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു. അപ്പോൾ ദുഷ്പ്രേരണ നൽകുന്നവരാണ് ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കാനിടയുള്ളത്. കർത്താവ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നതാണ്. മുതിർന്നവർ വിറയലോടെ ധ്യാനിക്കേണ്ട, വായിക്കേണ്ട ഒരു ഭാഗമാണിത്. ഈ ഒരു വാക്യം ഗൗരവമായിട്ടെടുത്താൽ ഈ ഭൂമിയിൽ അധികം ആളുകൾ അവശേഷിക്കുമോ എന്നതുപോലെ സംശയമാണ്. നന്മയും പുളിമാവ് പോലെ പടരുന്നതാണ്. എത്രമാത്രം അഗാധത്തിലാണ് ചുറ്റിലും അത് പടരുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം വളരെ നിശബ്ദമായി മനുഷ്യരുടെ ഹൃദയങ്ങളെയാണ് അത് രൂപാന്തരപ്പെടുത്താൻ പോകുന്നത്. പുളിമാവിലാണ് ഈ ധ്യാനം നമ്മൾ ആരംഭിക്കുന്നത്. പുളിമാവ് എന്ന വിശേഷണം യേശുക്രിസ്തുവിന് ചാർത്തി കൊടുത്താൽ അത് എളുപ്പം മനസ്സിലാകും. സ്വർഗരാജ്യത്തെ പുളിമാവിനോട് ഉപമിക്കുമ്പോൾ അത് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതായിരിക്കാം. തന്നെ ദൈവരാജ്യത്തോട് കർത്താവ് ഉപമിച്ചിട്ടുണ്ട്. തന്നിൽ നിന്ന് ആരംഭിച്ച് യുഗാന്ത്യത്തിൽ ഭൂമി മുഴുവൻ അത് വ്യാപിക്കും. പുളിമാവ് പോലെ നിഗൂഢവും എന്നാൽ പ്രകടവും ആയിരിക്കും അത്. ഒരു ചെടി വളരുന്നത് പോലെ രാവും പകലും മിഴി ചിമ്മാതെ അതിനരികെ ഇരുന്നാലും നമുക്കത് കാണാൻ കഴിയില്ല. എന്നാൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും അത് വളരുകയും ചെയ്യുന്നു. മുളച്ചു വളരുന്ന ഒരു കടുക് മണി പോലെയാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോഴും ഈ ഒരു പാഠം കർത്താവ് തൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം നമ്മളോടത് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്നായിരുന്നു പരീശന്മാരുടെ ഒരു പരിഹാസവും വിമർശനവും. കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ 200 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടില്ല. 3 വർഷം മാത്രം പ്രബോധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ചുകൊണ്ടിരുന്നത്? കർത്താവ് വശീകരിച്ച മനുഷ്യരുടെ ജീവിതം കണ്ട് ലോകം വിസ്മയിച്ചു. തീരെ ദുർബലരെന്ന് തോന്നുന്ന അവൻ്റെ അനുയായികളായ ആ ചെറിയ സംഘത്തെ നോക്കി ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു. അങ്ങനെ എത്രയോ പേർ. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ആ കൂട്ടത്തിൽ ഒരാൾ ആയിരുന്നു. വ്യക്തികളുടെ ജീവിതത്തെ മാത്രമല്ല, സമൂഹത്തിൻ്റെ ജീവിതത്തെ തന്നെ എത്ര അഗാധത്തിലാണ് ഇങ്ങനെയുള്ളവർ രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നത്.
അതിനെയാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയാവുന്നത്. ഒരുതരം ബട്ടർഫ്ലൈ ഇഫക്റ്റാണ്. കർത്താവ് അല്ലെങ്കിൽ ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ലോകമായിരിക്കുമോ നമ്മുടേത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യജീവൻ ഇത്രയെങ്കിലും വിലമതിക്കപ്പെടുന്നതിനും സ്ത്രീകളും കുഞ്ഞുങ്ങളും രോഗികളും വൃദ്ധരുമൊക്കെ ആദരിക്കപ്പെടുന്നതിനുമൊക്കെ കർത്താവിൻ്റെ ആ ഒരു ശക്തിയും സ്വാധീനവും എത്രമാത്രം ആഴമായിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളായിരിക്കുന്നു. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം. നമ്മൾ മറ്റുള്ളവരുടെ മുൻപാകെ തെറ്റായ മാതൃകയും ദുഷ്പ്രേരണയും ഉള്ളവരായി ജീവിക്കാതിരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അങ്ങനെയുള്ളവരായി ജീവിപ്പാൻ, കുടുംബത്തിലും സമൂഹത്തിലും അങ്ങനെ ആയിരിക്കാൻ നമുക്കിടയാക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായിട്ടും വിശ്രമത്തിനായും സ്തോത്രം. ഇന്ന് പകൽക്കാലം നല്ല മാതൃകയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ നന്മയിലേക്ക് സ്വാധീനിക്കുന്ന ഓരോ ഭാവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും നല്ല മാതൃകയുടെയും വഴികളിലൂടെ ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.